ഗുരുപുരമന്ദിര ഗോകുലസുന്ദര ഗോപപുരന്ദര ഗോപതനോ ഗുണഗണസാഗര ഭക്ത ശിവങ്കര കൗസ്തുഭകന്ധര കേളിതനോ ഗണപതി ഹോമജ ധൂമസുവാസിത ഗവ്യപയോർപ്പണ തുഷ്ടമതേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരു മേ. മുരഹര മാധവ മംഗള സംഭവ മാന്യസുവൈഭവ രമ്യതനോ മധുരിഭുസൂദന മാതൃസുപൂജന മംഗളവാദന മോദമതേ മധുമയ ഭാഷണ ചോദ്ധവ വന്ദന താതസുപൂജന തൃപ്തമതേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരു മേ. പ്രതിദിനമാദര പൂർവദിനാർച്ചിത മാല്യ വിസർജന ദത്തതനോ പ്രതിദിനമർപ്പിത തൈല സുഷേവണ നാശിത ദുസ്സഹ രോഗരിപോ പ്രതിദിനമത്ഭുത ചന്ദന ചർച്ചിത ചമ്പക കൽപ്പിത മാല്യതതേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരു മേ. കരിവര കൽപ്പിത കഞ്ചസുമോത്തമ കമ്രകരാംബുജലോക ഗുരോ ഭയതതിമോചക ഭാഗ്യവിധായക പുണ്യസുപൂരക മുഗ്ധതനോ ശിവജലമജ്ജന ദർശന വന്ദന കീർത്തന സംസ്തുത ഭക്തതതേ ജയ ജയ ഹേ ഗുരുവാതപുരാധിപ രോഗമശേഷമപാകുരു മേ. ഹരേ ഗുരുവായൂരപ്പ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരീയ ലളിത ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 296 ആണ് പഠിക്കുന്നത്. രണ്ടാം സ്കന്ധത്തിലെ 6-ാം അധ്യായം. ഭാഗവത പാഠം 296, രണ്ടാം സ്കന്ധം 6-ാം അധ്യായം, ശ്ലോകം 33 മുതൽ 45 വരെ. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ ന വൈ ക്വചിന്മേ മനസോ മൃഷാഗതി ന മേ ഋഷീഗാനി പതന്ത്യസത്പഥേ യന്മേ ഹൃദൗത്കണ്ഠ്യവദാധൃതോ ഹരി സോഹം സമാംനായമയ തപോമയ പ്രജാപതീനാം അഭിവന്ദിതപതി സോഹം സമാംനായമയസ്തപോമയ പ്രജാപതീനാം അഭിവന്ദിതപതി ആസ്തായ യോഗം നിപുണം സമാഹിത തം നാഭ്യഗച്ഛം യദ ആത്മസംഭവ നദോസ്മ്യഹം തച്ഛരണം സമീയുഷാം ഭവച്ഛിദം സ്വസ്ത്യയനം സുമംഗളം യോ ഹ്യാത്മമായാ വിഭവം സ്മപര്യഗാത് യഥാ നഭസ്വാന്തമഥാ പരേ കുത നാഹം ന യൂയം
യദൃതാം ഗതിം വിദുർ നവാമദേവ കിമുദാ പരേ സുരാഃ തന്മായയാ മോഹിതബുദ്ധയസ്ത്വിദം വിനിർമ്മിതാം ചാത്മസമം വിചക്ഷ്മഹേ യസ്യാവതാര കർമാണി ഗായന്തി ഹ്യസ്മദാദയ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ. സ ഏഷ ആദ്യ പുരുഷ കൽപേ കൽപേ സൃജത്യജ ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ജപാതി ച വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യഗവസ്ഥിതം സത്യം പൂർണ്ണമനാദ്യന്തം നിർഗുണം നിത്യമദ്വയം ഋഷേ വിദന്തി മുനയ പ്രശാന്താത്മേന്ദ്രിയാശയാഃ യഥാ തദേവാസത്തർക്കൈഃ തിരോധീയേത വിപ്ലുതം ആദ്യോപതാര പുരുഷ പരസ്യ കാലസ്വഭാവ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് സ്ഥാസ്നു ചരിഷ്ണു ഭൂമുന അഹം ഭവോ യജ്ഞ ഇമേ പ്രജേശ ദക്ഷാദയോ യേ ഭവദാദയശ്ച സ്വർലോകപാല ഖഗലോകപാല നൃലോകപാല തലലോകപാല ഗന്ധർവ വിദ്യാധര ചാരണേശ യേ യക്ഷരക്ഷോരഗനാഗനാഥ യേ വാ ഋഷീണാം ഋഷഭാപിതॄണാം ദൈത്യേന്ദ്ര സിദ്ധേശ്വര ദാനവേന്ദ്രാഃ അന്യേ ച യേ പ്രേതപിശാചഭൂത കൂഷ്മാണ്ഡ യാദോ മൃഗപക്ഷ്യധീശാഃ യത്കിഞ്ച ലോകേ ഭഗവൻ മഹസ്വദോജസ്സഹസ്വൽ ബലവത്ക്ഷമാവൽ ശ്രീഹ്രീ വിഭൂത്യാത്മവദദ്ഭുതാർണം തത്വം പരം രൂപവദസ്വരൂപം പ്രാധാന്യതോ യാനൃഷ ആമനന്തി ലീലാവതാരൻ പുരുഷസ്യ ഭൂമ്ന ആപീയതം കർണകഷായ ശോഷാനനുക്രമിഷ്യേത ഇമൻ സുപേശാൻ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ ഷഷ്ഠോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാ പഠിതാക്കൾക്കും സാദര നമസ്കാരം. ഇന്ന് നമ്മൾ 296 പാഠമാണ് പഠിക്കുന്നത്. രണ്ടാം സ്കന്ധത്തിലെ 6-ാം അധ്യായത്തിലെ 33 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങൾ, ഏതാണ്ട് 13 ശ്ലോകങ്ങളോളം വരും. കുറച്ച് വലിയ ശ്ലോകങ്ങളൊക്കെയാണ്. ഇതോടുകൂടി 6-ാം അധ്യായം നമ്മൾ കഴിയുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്ലോകം 33. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ ന കർഹി ജിന്മേ മനസോ മൃഷാഗതി നമേ ഋഷീഘാണി പതന്ത്യസത്പഥേ യന്മേ ഹൃദൗത്കണ്ഠ്യപദാധൃതോ ഹരി. അംഗ ഹേ പൂജ്യ മേ ഭാരതി, എന്റെ വാക്ക് മൃഷാന ഉപലക്ഷ്യതേ, വ്യർത്ഥമായിട്ട് കാണപ്പെടുന്നില്ല. മേ മനസ, എന്റെ മനസ്സിൽ, കരിഹിജിൽ, ഒരു കാലത്തും മൃഷാഗതി, വ്യർത്ഥ സഞ്ചാരമില്ല. മേ ഹൃഷീകാണി, എന്റെ ഇന്ദ്രിയങ്ങൾ, അസൽപഥേ, ദുഷിച്ച മാർഗത്തിൽ, നപതന്തി, വീഴുന്നില്ല. എന്തുകൊണ്ടെന്നാൽ
ഔത്കണ്ഠ്യവതാഹൃത, ഉത്കണ്ഠയുള്ള ഹൃദയത്താൽ ഹരി ധൃത, ഹരി ധരിക്കപ്പെട്ടിരിക്കുന്നു. ഹേ നാരദ, എന്റെ വാക്ക് കളവായി വരികയില്ല, എന്റെ മനസ്സ് ഒരു സമയത്തും അസത്യത്തിൽ സഞ്ചരിക്കുകയില്ല, എന്റെ ഇന്ദ്രിയങ്ങൾ ദുർമാർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തി അധികരിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് ഞാൻ ശ്രീഹരിയെ ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ശ്ലോകം 34. സോഹം സമാംനായമയസ്തപോമയ പ്രജാപതീനാമഭിവന്ദിതപതി ആസ്തായ യോഗം നിപുണം സമാഹിതസ്ഥം നാധ്യഗച്ഛം യദ ആത്മസംഭവ. സമാംനായമയ സകല ദേവസ്വരൂപനും തപോമയ തപസ്വരൂപനും പ്രജാപതീനാം പ്രജാപതികളാൽ അഭിവന്ദിത പതി ഭക്തിപൂർവം വന്ദിക്കപ്പെടുന്ന നാഥനുമായ സ അഹം ആ ഞാൻ സമാഹിത ഏകാന്ത മനസ്സോടുകൂടിയവനായിട്ട് നിപുണം യോഗം സമർത്ഥമായി യോഗത്തെ ആസ്ഥായ അനുഷ്ഠിച്ചിട്ടും യഥാ ആത്മസംഭവ യാതൊരുവനിൽ നിന്നുണ്ടായോ യാതൊരുവനിൽ നിന്ന് ഞാനുണ്ടായോ തം അവനെ അധ്യഗച്ഛം അറിഞ്ഞിട്ടില്ല. ആ ഞാൻ വേദമയനായിരുന്നിട്ടും തപസ്സു തന്നെ എന്റെ ശരീരമായിരുന്നിട്ടും കശ്യപാദി പ്രജാപതികളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നിട്ടും അവർക്ക് ഞാൻ രക്ഷിതാവായിരുന്നിട്ടും ശ്രേഷ്ഠമായ യോഗത്തെ അഭ്യസിച്ചവനായിരുന്നിട്ടും സാവധാനമായ മനസ്സുള്ളവനായിരുന്നിട്ടും കൂടെ ഏതൊരു പുരുഷനിൽ നിന്ന് ഞാൻ ഉത്ഭവിച്ചുവോ ആ പുരുഷനെ ഞാൻ അറിയുന്നില്ല. പിന്നെ അന്യന്മാർ അറിയുന്നില്ലെന്ന് പറയണമോ? ശ്ലോകം 35. നദോസ്മ്യഹം തച്ചരണം സമീയുഷാം ഭവച്ഛിദം സ്വസ്ത്യയനം സുമംഗളം യോ ഹ്യാത്മമായാ വിഭവം നുപര്യഗാത്യഥാ നഭസ്വാന്തമഥാ പരേ കുത. സമീയുഷാം ഭക്തിപൂർവം ആശ്രയിക്കുന്നവരുടെ ഭവച്ഛിദം സംസാരത്തെ ഛേദിക്കുന്നതും സ്വസ്ത്യയനം കല്യാണകരവും സുമംഗളം പരമാനന്ദപ്രദവുമായ തച്ചരണം ആ ഭഗവാന്റെ പാദത്തെ അഹം നദ അസ്മി ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ നമസ്കരിച്ചു. നദ അസ്മി നമസ്കരിച്ചു. ഹി യാതൊരുവൻ കൂടി ആത്മമായാ വിഭവം സ്വമായാ വൈഭവത്തെ നഭ ആകാശം സ്വാന്തം യഥാ അതിന്റെ അവധി എന്ന പോലെ പര്യകാൽ അറിഞ്ഞില്ലയോ അഥ അപരേകുത പിന്നെ മറ്റുള്ളവർ എങ്ങനെ അറിയും? പര്യകാൽ എന്ന പദത്തിലെ പരിക്ക് നിഷേധാർത്ഥം. അപ്പോൾ എന്റെ ജന്മസ്ഥാനത്തെ അറിയാതിരുന്നപ്പോൾ ഞാൻ ആ ഭഗവൻ നാമോച്ചാരണ അപ്പോൾ എന്റെ ജന്മസ്ഥാനത്തെ അറിയാതിരുന്നപ്പോൾ ഞാൻ ആ ഭഗവത് ചരണാരവിന്ദത്തെ തന്നെ നമസ്കരിച്ചു. അപ്പോൾ ഒരുവിധം പ്രയാസപ്പെട്ടു. ആ ഭഗവാനാണ് എന്റെ ജന്മസ്ഥാനമെന്ന് അറിഞ്ഞു. നമസ്കാരമാത്രത്താൽ എങ്ങനെ അറിവുണ്ടായി എന്ന് സംശയിക്കേണ്ട. ആ ചരണത്തിന് ജ്ഞാനത്തെ നൽകുവാൻ മാത്രമല്ല ശക്തിയുള്ളത്, ഭക്തിപൂർവം സേവിക്കുന്നവരുടെ ജനനമരണ പ്രവാഹ രൂപമായ സംസാര ബന്ധത്തെ നശിപ്പിക്കുവാനും ഇഹജന്മത്തിൽ ധനധാന്യ പുത്രാദി കല്യാണകരങ്ങളായ വസ്തുക്കളുടെ സമൃദ്ധിയെ നൽകുവാനും മരണാനന്തരം പരമാനന്ദ പദത്തിൽ തന്നെ ഇരുത്തുവാനും ശക്തിയുണ്ട്. ആ ഭഗവാന്റെ മായാവൈഭവത്തെ ഭഗവാൻ തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് സർവജ്ഞനല്ലെന്ന് സംശയിക്കുകയും വേണ്ട. അപരിച്ഛിന്നമായ ആകാശം അതിന്റെ അവധിയെ അറിയുമോ?
അവധിയില്ലാത്തതായിരിക്കെ എങ്ങനെയാണ് അവധിയെ അറിയുക? അന്യന്മാർ ഭഗവൻ മഹിമയെ അറിഞ്ഞുവെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ തന്നെ ആണ് പ്രകാശിപ്പിക്കുന്നത്. ശ്ലോകം 36. നാഹം നയൂയം യദ്യദാം ഗതിം വിദുർന്ന വാമദേവക്കിമുദാപരേ സുരാഃ യന്മായയാ മോഹിത ബുദ്ധയസ്ത്വിദം വിനിർമ്മിതം സ്വാത്മസമം വിചക്ഷ്മഹേ. അഹം ഞാനും യൂയം നിങ്ങളും വാമദേവനും എന്മായയ യാതൊരുവന്റെ ദയാശക്തിയാൽ മോഹിത ബുദ്ധയ മോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരായിട്ട് യദൃതാം ഗതിം യാതൊരുവന്റെ പരമാർത്ഥ സ്വരൂപത്തെ വിദു അറിയുന്നില്ല. വിനിർമ്മിതം ഇതം വിവിധ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ഇതിനെ വിശ്വത്തെ സ്വാത്മസമം അവരവരുടെ ബുദ്ധി അനുരൂപം വിചക്ഷ്മഹേ നമ്മൾ കാണുന്നു. ഭഗവൻ മായാസ്വരൂപത്തെ അറിയുന്നില്ലെന്ന് പറഞ്ഞ ശേഷം ഭഗവാന്റെ സ്വരൂപത്തെയും അറിയുന്നില്ലെന്ന് കാണിക്കുന്നു. സൃഷ്ടികർത്താവായ ഞാനും എന്റെ അംഗസമുദ്ഭവന്മാരും സനകാദികളുമായ നിങ്ങളും എന്നുവേണ്ട സാക്ഷാൽ പരമേശ്വരനും യാതൊരുവന്റെ പരമാർത്ഥ സ്വരൂപം അറിയുന്നവരല്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവൻ മായ നമ്മളുടെ ബുദ്ധിയെ മോഹിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ലെന്ന് മാത്രമല്ല, ദേവമനുഷ്യ തിര്യഗാദി രൂപേണ ബഹുവിധത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ തന്നെ പ്രത്യക്ഷമായി കാണുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച വിധത്തിലെ അറിയുന്നുള്ളൂ. ജ്ഞാനികളും ഈശ്വരന്മാരുമാണെന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ കഥ തന്നെ ഇപ്രകാരമായിരിക്കെ നമ്മളിൽ നിന്ന് എത്രയോ താണവരായ അന്യന്മാർ ഭഗവത് സ്വരൂപത്തെ അറിയുന്നില്ലെന്ന് പിന്നെ പറയണമോ എന്ന് സാരം. ശ്ലോകം 37. യസ്യാവതാര കർമാണി ഗായന്തി ഹ്യസ്മദാദയ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ. സയേഷ ആദ്യ പുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജ ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ജപാതി ച. 2 ശ്ലോകങ്ങളാണ്, ഒരുമിച്ച് ചൊല്ലിയെന്ന് മാത്രമേ ഉള്ളൂ. 37, 38. ഒന്നാമത്തേത് യസ്യാവതാര കർമാണി ഗായന്തി ഹ്യസ്മദാദയ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ. യസ്യ യാതൊരുവന്റെ അവതാര കർമാണി അവതാരങ്ങളെയും കർമ്മങ്ങളെയും അസ്മദാദയ ഞങ്ങളെ പോലെയുള്ളവർ ഗായന്തിഹി കീർത്തിക്കുന്നു. യം യാതൊരുവനെ തത്വേന ശരിയായിട്ട് ന വിദന്തി അറിയുന്നില്ല. തസ്മൈ ഭഗവതേ ആ ഭഗവാനായിക്കൊണ്ട് നമഃ നമസ്കാരം. ഭഗവത് സ്വരൂപത്തെ അറിയാതെ മുക്തിയില്ലല്ലോ. അധികാര പുരുഷന്മാരും ഈശ്വരന്മാരുമായ നിങ്ങൾ കൂടെ അറിയുന്നില്ലെങ്കിൽ അധികാര കാലാവസരത്തിൽ മുക്തി എങ്ങനെ സിദ്ധിക്കുമെന്നുള്ള ശങ്കയ്ക്ക് സമാധാനമായിട്ട് പരമാർത്ഥത്തിൽ അറിയുന്നില്ലെങ്കിലും ഭഗവാന്റെ അവതാരങ്ങളെയും ചരിതങ്ങളെയും കീർത്തിക്കുന്നതിലുള്ള ഭക്തി കൊണ്ട് ഞങ്ങൾക്ക് മുക്തി സിദ്ധിക്കുമെന്ന് അറിയിപ്പിക്കുന്നു. യാതൊരു ഭഗവാന്റെ സൂക്ഷ്മ സ്വരൂപത്തെ ഞങ്ങൾ അറിയുന്നില്ലയോ, ആ ഭഗവാന്റെ അവതാര ചരിതങ്ങളെ ഞാനും എന്നെ പോലെയുള്ള അധികാര പുരുഷന്മാരും കീർത്തിക്കുന്നു. ഞങ്ങളുടെ ആ ഭക്തിയുടെ ഫലമായിട്ട് ഞങ്ങളെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മുക്തിയെ നൽകുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് 38 സ ഏഷ ആദ്യ പുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജ ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ജപാതി ച. അജ ആദ്യ സ ഏഷ പുരുഷ. ജന്മാതിരഹിതനും ആദിയിലുള്ളവനുമായ ഈ പുരുഷൻ
കൽപ്പേ കൽപ്പേ കൽപ്പം തോറും ആത്മാ സ്വയം ഏവ ആത്മന ആത്മാവ് കൊണ്ട് ആത്മാനം തന്നെ തന്നെ ആത്മനി ആത്മാവിൽ സൃജതി സൃഷ്ടിക്കുന്നു, പാതിച്ച രക്ഷിക്കുകയും സംയച്ഛതിച്ച സംഭരിക്കുകയും ചെയ്യുന്നു. ആദിയിലുള്ളവനും ജന്മമില്ലാത്തവനുമായ ആ പുരുഷൻ ഓരോ കൽപ്പത്തിലും താൻ തന്നെ തന്നിൽ തന്നെ 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 ബഹുസ്വരൂപമാക്കി ലോകങ്ങളുടെ കർത്താവും സാധനവും അധിഷ്ഠാനവുമായി വർത്തിച്ച് സ്വയം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. അടുത്ത ശ്ലോകം 39. വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യസമ്യഗവസ്ഥിതം സത്യം പൂർണ്ണമനാദ്യന്തം നിർഗുണം നിത്യം അദ്വയം. 40. ഋഷേ വിദന്തി മുനയ പ്രശാന്താത്മേന്ദ്രിയാശയ യഥാ തദൈവ അസത്തർക്കൈഃ തിരോധീയേത വിപ്ലുതം. വിശുദ്ധം മായാസംബന്ധമില്ലാത്തതും കേവലം ഏകവും ജ്ഞാനം അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയതും പ്രത്യക് സർവത്തിന്റെയും അന്തരമായിരിക്കുന്നതും സമ്യക് അവസ്ഥിതം കാലത്രയത്തിലും ബാധയില്ലാതിരിക്കുന്നതും സത്യം പരമാർത്ഥമായിട്ടുള്ളതും നിർഗുണം ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതും നിത്യം നാശമില്ലാത്തതും അദ്വയം രണ്ടാമത്തേതോടു കൂടാത്തതുമായ തത്വത്തെ പ്രശാന്താത്മേന്ദ്രിയാശയാഹ പ്രകർഷേണ അടങ്ങിയിരിക്കുന്ന ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയോടുകൂടിയ മുനിമാർ ഋഷേ അല്ലയോ നാരദ വിദന്തി അറിയുന്നു. യഥാ അസത്തർക്കൈഃ വിപ്ലുതം എപ്പോൾ കുതർക്കങ്ങളാൽ ബുദ്ധി ആകുലിതമായിരിക്കുന്നുവോ തഥാ അപ്പോൾ തിരോധീയേത മറയുകയും ചെയ്യും. ഹേ നാരദ, പ്രസന്നമായ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയോടുകൂടിയ മുനികൾ വിശുദ്ധവും നിർമ്മലവും ജ്ഞാനസ്വരൂപവും സ്വയം പ്രകാശവും സംശയാദിഭാവങ്ങളില്ലാത്തതും സ്ഥിരവും സത്യവും ആദ്യന്തമില്ലാത്തതും ഗുണങ്ങളെ അതിക്രമിച്ചതും നിത്യവും ദ്വൈതമില്ലാത്തതുമായ ബ്രഹ്മത്തെ അറിയുന്നു. ഈ ബ്രഹ്മസ്വരൂപം അസജ്ജനങ്ങളുടെ തർക്കങ്ങളാൽ വ്യാപിക്കപ്പെടുമ്പോൾ മറഞ്ഞിരിക്കുന്നതുമാകുന്നു. അസത്തുക്കളുടെ യുക്തികൾ കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ അറിയുവാൻ കഴിയുകയില്ല. മനസ്സിന്റെ പരിശുദ്ധിയെ അഭ്യസിച്ച് നിർമ്മലാന്തഃകരണന്മാരായ മഹർഷിമാർക്ക് മാത്രമേ ബ്രഹ്മസ്വരൂപത്തെ അറിയുവാൻ കഴിയുകയുള്ളൂ എന്ന് സാരം. അടുത്ത ശ്ലോകം 41. ആദ്യോവതാര പുരുഷ പരസ്യ കാലസ്വഭാവ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് സ്ഥാസ്നു ചരിഷ്ണു ഭൂമുനാ. ഭൂമ്ന പരസ്യ സർവവ്യാപിയായ പരന്റെ ആദ്യമായ അവതാരം പുരുഷ, വിരാട് പുരുഷൻ. കാലവും സ്വഭാവവും സത്, സ്ഥൂലവും അസത്, സൂക്ഷ്മവും മന ച, മഹത്തത്വവും ദ്രവ്യം പൃഥിവ്യാദി പദാർത്ഥവും വികാര അഹങ്കാരവും ഗുണ സത്വാദി ഗുണവും ഇന്ദ്രിയാണി 11 ഇന്ദ്രിയങ്ങളും വിരാട് ബ്രഹ്മാണ്ഡ സ്വരൂപമായ ദേഹവും സ്വരാട് അതിനെ അഭിമാനിക്കുന്ന സമഷ്ടി ജീവനും സ്ഥാസ്നു സ്ഥാവരവും ചരിഷ്ണു ജംഗവും എങ്ങും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവിന്റെ ആദ്യ അവതാരമാകുന്നു പുരുഷൻ. ഈ പുരുഷൻ തന്നെ കാലസ്വരൂപൻ, കാര്യകാരണ സ്വരൂപമായ പ്രകൃതിയുള്ളവനും ഈ പുരുഷൻ തന്നെ. മനസ്സു മുതലായവയുടെ കാര്യങ്ങളായ ഗുണാവതാരങ്ങളുടെയും മഹാഭൂതങ്ങളുടെയും അഹങ്കാരത്തിന്റെയും സത്വാദി ഗുണങ്ങളുടെയും 11 ഇന്ദ്രിയങ്ങളുടെയും സമഷ്ടി ദേഹത്തിന്റെയും വ്യഷ്ടിദേഹത്തിന്റെയും പൃഥിവ്യാദി ഭൂതങ്ങളുടെയും അഹങ്കാരത്തിന്റെയും സ്വരൂപമായിരിക്കുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈ പുരുഷൻ തന്നെ. അടുത്ത ശ്ലോകം 42. അഹംഭവോ യജ്ഞൈമേ പ്രദേശ
ദക്ഷാദയോ യേ ഭവദാദയശ്ച സ്വർലോകപാല ഖഗലോകപാല നിർലോകപാല തലലോകപാല. ഗന്ധർവ വിദ്യാധരചാരണേശ യേ യക്ഷരക്ഷോരകനാഗനാഥ. ഇവിടെ ഒരു ശ്ലോകവും പിന്നെ മറ്റൊരു ശ്ലോകത്തിന്റെ പകുതി ഭാഗവും കൂടി ഇതിലാണ് വരുന്നത്. ചില പുസ്തകങ്ങളിൽ മാറ്റമുണ്ടാകാം. അതായത് ഈ 4 വരിയാണ് ഒരു ശ്ലോകം, ഇത് 6 വരിയോട് കൂടിയിട്ട് ഒരുമിച്ചാണ് ഇവിടെ അർത്ഥവും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ശ്രദ്ധിക്കുക. 42ാമത്തെ ശ്ലോകത്തിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്: അഹം ഞാനും ഭവ ശിവനും യജ്ഞ വിഷ്ണുവും ദക്ഷാദയ ഇമേ പ്രദേശാഹ ദക്ഷൻ മുതലായ ഈ പ്രജാപതികളും ഭവദാദയ ച ഭവാൻ മുതലായവരും സ്വർലോകപാലാഹ ഇന്ദ്രാദികളും ഖഗലോകപാലാഹ ഗരുഡൻ മുതലായവരും നിർലോകപാലാഹ ഭൂമി പാലിക്കുന്ന രാജാക്കന്മാരും തലലോകപാലാഹ തലാദികളായ ലോകങ്ങളെ രക്ഷിക്കുന്നവരും. ഞാൻ ബ്രഹ്മാവ് പറയുന്നതാണ്. ശിവൻ, വിഷ്ണു, ദക്ഷൻ മുതൽ പ്രജാപതികൾ, നീ നാരദൻ, സ്വർഗലോകത്തെ പരിപാലിക്കുന്ന ഇന്ദ്രൻ മുതലായവർ, പക്ഷിലോകത്തെ പരിപാലിക്കുന്ന ഗരുഡൻ മുതലായ പക്ഷിശ്രേഷ്ഠന്മാര്, മനുഷ്യലോകത്തെ പരിപാലിക്കുന്ന മനു മുതലായ രാജാക്കന്മാര്, പാതാള ലോക അധിപന്മാരായ അനന്തൻ, വാസുകി മുതലായവർ. ഗന്ധർവ വിദ്യാധര ചാരണേശ യേ യക്ഷരക്ഷോരക നാഗനാഥാഹ. ഗന്ധർവന്മാർ, വിദ്യാധര ശ്രേഷ്ഠന്മാർ, ചാരണ യക്ഷാധിപതിയായ കുബേരൻ മുതലായവർ, രാക്ഷസാധിപന്മാരായ രാവണാദികൾ, ഉരകശ്രേഷ്ഠന്മാർ, നാഗശ്രേഷ്ഠന്മാർ. ഇവിടെ ഇത്രയും പേരുകൾ മാത്രമാണ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത ശ്ലോകം കൂടി ശ്രദ്ധിക്കുക. 43. ഏവാവിഷീണം ദൈത്യേന്ദ്ര സിദ്ധേശ്വരദാനവേന്ദ്രാഹ അന്യേ ചയ്യേ പ്രേതപിശാചഭൂത കൂഷ്മാണ്ഡ യാദോ മൃഗപശ്വധീശാഹ. ഋഷിശ്രേഷ്ഠന്മാരായ വസിഷ്ഠൻ മുതലായവര്, പിതൃശ്രേഷ്ഠന്മാരായ അര്യമ മുതലായവർ, ദൈത്യശ്രേഷ്ഠന്മാരായ പ്രഹ്ലാദൻ മുതലായവർ, സിദ്ധശ്രേഷ്ഠന്മാരായ കപിലൻ മുതലായവർ, അസുരശ്രേഷ്ഠന്മാരായ മയൻ മുതലായവർ. അടുത്ത ശ്ലോകം 44. യൽക്കിഞ്ചലോകേ ഭഗവൻ മഹസ്വദോജസ്സഹസ്വദ്ബലബൽ ക്ഷമാവൽ. മറ്റുള്ള പ്രേതശ്രേഷ്ഠന്മാർ, പിശാചശ്രേഷ്ഠന്മാർ, ഭൂതശ്രേഷ്ഠന്മാർ, കൂഷ്മാണ്ഡശ്രേഷ്ഠന്മാർ. ഇവിടെ ഒരു പാദം മാത്രമാണ് ചൊല്ലിയിട്ടുള്ളത്. അതായത് നമുക്കത് ഒരുമിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതായത് 44ാമത്തെ ശ്ലോകം: യൽ കിഞ്ചലോകേ ഭഗവൻ മഹസ്വദോജസ്സഹസ്വദ്ബലവൽ ക്ഷമാവൽ ശ്രീഹ്രീ വിഭൂത്യാത്മവദത്ഭുതാർണം തത്വംബരം രൂപവദ സ്വരൂപം. ഇങ്ങനെയാണ് ആ ശ്ലോകം. ശ്രദ്ധിക്കുക. അർത്ഥം പറയുന്ന സമയത്ത് മറ്റുള്ള പ്രേതശ്രേഷ്ഠന്മാർ, പിശാചശ്രേഷ്ഠന്മാർ, ഭൂതശ്രേഷ്ഠന്മാര്, കൂഷ്മാണ്ഡ ശ്രേഷ്ഠന്മാര്, ജലജന്തുക്കളിൽ ഉത്കൃഷ്ടങ്ങളായവ, മൃഗങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടങ്ങളായവ, പശുക്കളിൽ വെച്ച് ഉയർന്നവ, ലോകത്തിൽ വെച്ച് വേറെയും ഐശ്വര്യം അധികരിച്ചിട്ടുള്ളവ, തേജസ്സുള്ളവ, ഇന്ദ്രിയ ശക്തിയുള്ളവ, മനഃശക്തിയുള്ളവ, സാമർഥ്യമുള്ളവ, ക്ഷമയുള്ളവ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ശോഭ, ശ്രീ, ലജ്ജ, ഹ്രീ, മാഹാത്മ്യം, വിഭൂത്യാത്മ, ബുദ്ധി, ഈ ഗുണങ്ങളുള്ളവ, ആശ്ചര്യമായ വർണ്ണമുള്ളത്, രൂപമുള്ളത്, രൂപമില്ലാത്തത്, ഇവ സകലതും പരതത്വം തന്നെ, അങ്ങയുടെ തത്വം തന്നെയാണ്. ഇതിനടുത്ത ശ്ലോകം 45.
പ്രാധാന്യതോ യാനൃഷ ആമനന്തി ലീലാവതാരൻ പുരുഷസ്യ ഭൂമ്ന ആപീയതാം കർണകഷായ ശോഷാനനുക്രമിഷ്യേത ഇമൻ സുപേശൻ. ഹേ നാരദ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരപുരുഷൻ തന്റെ ലീലയാൽ സ്വീകരിച്ചതായ ഏതേത് അവതാരങ്ങളെ ജ്ഞാനികൾ അറിയുന്നുവോ, കർണ കഷായ ശോഷാൻ, കർണ ദോഷങ്ങളെ നശിപ്പിക്കുന്ന സുപേശാൻ ഇമാൻ, മനോഹരങ്ങളായ ഇവയെ നിന്നോട് അനുക്രമിഷേ, ക്രമത്തിൽ പറയാം, ആപീയതാം, ശ്രദ്ധയോടുകൂടെ കേട്ടുകൊള്ളുക. ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരുടെ കർണമാലിന്യങ്ങളെ ശോഷിപ്പിക്കുന്ന സുന്ദരതരങ്ങളായ അവതാരങ്ങളെ അങ്ങയോട് ഞാൻ പറയാം. ആ അമൃതത്തെ നന്നായി പാനം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ മഹാപുരാണത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ മനന നിരൂപണ പ്രകരണ സാമഗാന നിരൂപണം എന്ന 6-ാമത്തെ അധ്യായം നമ്മൾ ഇവിടെ സമർപ്പിക്കുന്നു. ഈ ശ്ലോകവും, അതായത് 33 മുതലുള്ള ഈ ശ്ലോകങ്ങളും കുറച്ച് വേഗത്തിലാണ് പോയിട്ടുള്ളത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതോടുകൂടിയിട്ട് ഈ 6-ാമത്തെ അധ്യായവും സമർപ്പിക്കുന്നു. ഓരോന്നും മനസ്സുകൊണ്ട് സമർപ്പിക്കുക. കഴിഞ്ഞ ആ പാഠത്തിന്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇനി 7, 8, 9, 10 4 അധ്യായങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ സ്കന്ധത്തില്. പിന്നീടുള്ള സ്കന്ധങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ 1-ാമത്തെ സ്കന്ധം വലിയ കുഴപ്പമുണ്ടാവില്ല. 2-ാമത്തെ സ്കന്ധം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഭാഗവതത്തിന്റെ ആ ലക്ഷണപ്രകാരം മുന്നോട്ട് പോകും 3-ാമത്തെ സ്കന്ധം മുതൽ. ഇനി അങ്ങോട്ടുള്ള 7, 8, 9, 10 4 അധ്യായങ്ങൾ കൂടി നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈ 2-ാമത്തെ സ്കന്ധം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പലരും അവരുടെ അഭിപ്രായങ്ങളൊന്നും വേണ്ടതുപോലെ രേഖപ്പെടുത്തി കാണുന്നില്ല. എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക. അങ്ങനെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നവരാണ് ഗ്രൂപ്പിൽ ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പഠിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ മാത്രം പാഠങ്ങൾ കൊടുത്താൽ മതിയോ എന്നുകൂടി ആലോചിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായമാണ്, പഠിതാക്കളുടെ അഭിപ്രായമാണ് ഏറ്റവും വലുത്. അത് അറിയിക്കുക. ഗുരുവായൂരപ്പന്റെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, നമസ്കാരം.